ഹായ് കുട്ടികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ദിവസം ഇങ്ങ് എത്തിയട്ടോ. ഇന്ന് നമ്മുടെ അശ്വിനിയുടെ എൻഗേജ്മെന്റ് ഡേ ആണ്. അപ്പം എന്താണ് നമ്മളെല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുകയാണ്. ഞാനും ചിനുവും ദക്ഷുവും നല്ലൊരു പിങ്ക് മയമാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അമ്മയും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ നമ്മൾ ഇതാണ്ട് എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്ന ഹോളിലെത്തി കേട്ടോ. അപ്പം ഞങ്ങൾ വരുന്നൊരു വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ താണ്ട് ചടങ്ങുകൾക്കൊക്കെ തുടക്കമായി. അങ്ങനെ താണ്ട് നിലവിളക്കൊക്കെ കത്തിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അനന്തുവിൻ്റെ ഫാമിലിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളും ഒരിത്തിരി ലേറ്റായിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. എന്തായാലും ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫ്രണ്ട് നിരയെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അനന്തുവിൻ്റെ മുത്തശ്ശിയാണ് കേട്ടോ അതിരിക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ അശ്വിനി ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്താണ് ഏതാവും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പം നാത്തൂനാണ് തൊട്ടടുത്തിരിക്കുന്ന അനന്തുവിൻ്റെ സഹോദരിയാണ്. ഇത് അനന്തുവിൻ്റെ അമ്മയാണ്. അപ്പം എല്ലാവരും ഒക്കെ നല്ല അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ഈ ദിവസം ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ. ടിൻഡു ആണെങ്കിൽ അതിനപ്പുറം. ടിൻഡു എന്ന് പറയുന്നത് നമ്മുടെ അശ്വിനിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ അങ്ങ് വരും കേട്ടോ ഗൈസ്. നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല. അപ്പം ഞങ്ങൾ തന്നെ ഫ്രണ്ട് നിരയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അടുത്തിരുന്ന് കാണണ്ടേ, അതുകൊണ്ട് നമ്മൾ തന്നെ ഫ്രണ്ടിൽ തന്നെ അങ്ങ് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനെ ഒന്നും ഞാൻ കണ്ടതുപോലും ഇല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വെച്ചിട്ടൊക്കെ വന്നതായിരുന്നു ഏട്ടൻ. എന്നാണ് നമ്മുടെ പപ്പയാണ് കേട്ടോ ഇത്. അനന്തു താണ്ട നല്ല നീല കുർത്തിയൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് കണ്ടാൽ തോന്നുന്നു ഭയങ്കര ടെൻഷനൊന്നും ഇല്ലെന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അശ്വിനിയുടെ അച്ഛൻ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. അച്ഛൻ ഇങ്ങനെ തലയിലൊരു ഇങ്ങനെ മുണ്ടൊക്കെ കിട്ടാതെ ഇവരുടെ ചടങ്ങിലുള്ളൊരു ഭാഗമാണെന്ന്, ഇങ്ങനെ എന്തോ ചടങ്ങുണ്ടെന്ന്. അപ്പം നമുക്കതറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളെ ചടങ്ങൊക്കെ തുടങ്ങിയിരിക്കുവാണ്. അപ്പം എനിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളതും. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ കാണുന്നത്. സാധാരണ നമ്മളിങ്ങനെ വന്ന് കാരണവന്മാരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മോതിരം മാറും, അങ്ങനെയാണ് ചടങ്ങ്. അപ്പം ഇവർക്ക് കുറച്ച് ഡിഫറൻസ് രീതിയാണ് കേട്ടോ ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം ഓരോ കാസ്റ്റിനും ഒക്കെ ഓരോ രീതിയാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചടങ്ങുകൾ കാണാനും അതറിയാനും ഒക്കെ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ എന്തായാലും ദാണ്ടെ നമ്മളൊരു ഇങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ചന്ദനക്കുറിയൊക്കെ തൊടുവാണ് കേട്ടോ. തൊട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എന്തോ ജാതകം എന്തോ കൈമാറണമെന്ന് തോന്നുന്നു. അനന്തുവിൻ്റെ മാമനാണ് കേട്ടോ മാറുന്നത്. അശ്വിനിയുടെ അച്ഛനാണ്. അപ്പം അനന്തുവിൻ്റെ അച്ഛൻ മരിച്ചുപോയി കേട്ടോ. അതുകൊണ്ടാണ് അച്ഛനില്ലാത്ത സ്ഥാനത്ത് മാമനാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ ജാതക കൈമാറ്റം തുടങ്ങാൻ പോവുകയാണ്. അപ്പം അതിങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ ക്യാമറാമാന്മാരും ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും കാണാൻ പോലും പറ്റിയില്ല കേട്ടോ. ഏട്ടനെ ഏതൊക്കെയോ സൈഡിലൊക്കെ നിന്ന് എന്തായാലും വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ദക്ഷു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടമായിരുന്നു ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കണം. അശ്വിനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അവൾ ആകെ മൊത്തത്തിൽ ഇതായിട്ടിരിക്കുകയാണ്. അങ്ങനെ ബിന്ദു ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫ്രണ്ടിലാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ എന്തായാലും അനന്ത് വന്ന് ചേച്ചിയുടെ കാലൊക്കെ പിടിച്ച്, അശ്വിനിയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ ഇത് അമ്മയും അനന്തുവിൻ്റെ അമ്മയും മാമനുമാണ് കേട്ടോ. അങ്ങനെ അവരുടെയും കാലൊക്കെ, അനന്തുവിൻ്റെ അമ്മയ്ക്ക് കുറച്ച് കാല് വയ്യാത്തപ്പോൾ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല ആൻറ്റിക്ക്. അങ്ങനെ ആൻറ്റി അപ്പം തന്നെ വന്ന് ഇവിടെ ഇരിക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ എന്തായാലും അനന്ത് താണ്ടെ നമ്മുടെ മണ്ഡപത്തിലേക്ക് കയറി നിൽക്കണം. അങ്ങനെ അശ്വിനി എല്ലാവരുടെയും കാലൊക്കെ തൊട്ട് തൊഴുവാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരെയും അവൾ വാരി പറക്കി അങ്ങ് തൊട്ട് തൊഴുതോട്ടെ. അങ്ങനെ നമ്മുടെ രമണിയമ്മയുടെ കാലൊക്കെ തൊട്ട് രമണിയമ്മ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ കരയുന്ന പോലൊക്കെ ആക്ഷനൊക്കെ ഇടുന്നുണ്ട് ഗൈസ് കേട്ടോ. ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയുടെ കാലമൊക്കെ തൊട്ട് തൊഴുതു, തൂത്ത് പറക്കി തൊട്ട്. അവിടെ ആരൊക്കെ നിന്ന് അവരെല്ലാവരെയും കാലം അവൾ തൊട്ട് തൊഴുതിട്ടുണ്ട്. ഈ പറഞ്ഞ എൻ്റെ കാലം വരെ തൊട്ടത് എന്തിനാണോ എന്ന് ഗൈസ് എൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുത്. ഞാനത് പറഞ്ഞു എന്തിനാ എൻ്റെ കാലം തൊട്ട്. എന്തായാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ, എന്തായാലും ഞാൻ എന്തായാലും അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ പപ്പയുടെ കാലൊക്കെ തൊട്ട് തൊഴുതു കേട്ടോ. ഇതാണ് കേട്ടോ അവളുടെ ഡ്രസ്സൊക്കെ. ഇതാണ് അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. നമ്മൾ RKP പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ് നമ്മളെ സിന്ധു ചേച്ചിയുടെ കാല് തൊട്ട് തൊഴുത്. അതിനുശേഷം എൻ്റെ കാലം തൊട്ട് തൊഴുതു ഗൈസ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മയുടെ കാലം തൊട്ട് തൊഴുതു. നീ തന്നെ ആലോചിച്ചപ്പോൾ എന്തിനിങ്ങനെ കാലുകൾ തൊട്ട് തൊഴുന്നത്. കാരണം അതൊരു ആചാരമാണ്. പക്ഷെ എന്നാലും എൻ്റെ കാലൊന്നും തൊട്ട് തൊഴേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ് കേട്ടോ. ആരെന്നെ തെറ്റായിട്ട് കാണരുതേ. അങ്ങനെ എന്തായാലും
എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ ആ ഒരു ഡേ ഇങ്ങെത്തി. അങ്ങനെ അനന്തു ഇങ്ങനെ ചിരിച്ച് ടെൻഷനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അഭിപ്രായം കൊണ്ട് ചോദിക്കാൻ പറ്റില്ല ആ ടൈമിൽ കേട്ടോ. അപ്പോൾ എന്തായാലും അനന്തു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ എന്തായാലും രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്തത് നമ്മുടെ എൻഗേജ്മെൻറ്റ് റിങ് രണ്ടുപേരുടെയും അണിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തിരുന്ന് ഗൈസ് ഒരുപാട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ഡേക്ക് വേണ്ടി അശ്വിനി ഭയങ്കര പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു 1 മന്ത് മൊത്തത്തിൽ ഭയങ്കര പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആർക്കെന്ന് മെറ്റീരിയൽസ് എടുത്തത് നമ്മൾ ബോട്ടിക്കിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു പ്രിയസഖി ബോട്ടിക്കിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ ആൾ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണോ കൊടുത്തത് അതേപോലെ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. അതുകൊണ്ട് അതിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതിനങ്ങനെ RK വെഡ്ഡിങ് മാളിൽ നിന്നാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ സെലക്ട് ചെയ്തത്. അങ്ങനെ താണ്ട എന്തായാലും ഇനി അടുത്ത സ്റ്റെപ്പ് വളയിടിയിലാണ് കേട്ടോ. അങ്ങനെ താണ്ട വളയിടിയിലും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോതിരിയിടിയിലെല്ലാം കഴിഞ്ഞു. അങ്ങനെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത സദ്യ കഴിക്കലാണ്. അങ്ങനെ നല്ല 1-ാം തരം നല്ല തിരുവനന്തപുരം സദ്യ കഴിക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടുകാരും അനന്തുവിൻ്റെ വീട്ടുകാരും എല്ലാം അടങ്ങുന്ന നമ്മുടെ ഫസ്റ്റ് സദ്യ തുടങ്ങി. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊക്കെ പിന്നീടാണ് ഗൈസ് കഴിച്ചത് കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു കണ്ണനെന്ന് പറയുന്നൊരു ചേട്ടനാണ് നമ്മൾ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാം ഏൽപ്പിച്ചത്. അപ്പം അതൊക്കെ അയാൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും കല്യാണമൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരണം കണ്ടോ. അപ്പം നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ കറക്റ്റൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഗൈസ് ദക്ഷു മൊബൈലിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തന്നെ പുറത്തൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് അശ്വിനി ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. കുറേ പേര് എന്തായാലും അകത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറേ പേര് പുറത്ത് വിടുന്ന ഏട്ടൻ തോണ്ട് അലഞ്ഞ് തിരിഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. കാരണം ഏട്ടൻ ഒന്നിനും കിട്ടിയില്ല ഗൈസ് കേട്ടോ. ഏട്ടൻ അത്രയ്ക്ക് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡ് എടുക്കാനും വിളമ്പാനും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ ഉഴത്തി. നമ്മളെങ്ങനെ ഗൈസ് സന്ധ്യ കഴിക്കാൻ പോകുക. ദക്ഷിൻ്റെ മുണ്ടാണ് അമ്മയുടെ ഷോൾഡറിൽ ഇരിക്കുന്നത്. ദക്ഷി ചോറ് കഴിക്കുകയാണ്. പരിപ്പൊക്കെ കൂട്ടി ചോറ് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ ഫുൾ ഡ്രസ്സിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വിഷ്ണു ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ. വിഷ്ണു അന്ന് രാവിലെ 11 മണിക്ക് എത്തിയതേ ഉള്ളൂ. അവന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണുവും ചിന്നും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. നമുക്ക് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ തിരുവനന്തപുരം സദ്യ സെക്കൻഡ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെല്ലാവരും നിരന്നിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ എന്തായാലും നല്ലൊരു ചടങ്ങൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ സാക്ഷ്യം വഹിച്ചു. ഇനി മാരേജിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. മാരേജ് ഏകദേശം ഒരു 6 മന്തിനുള്ളിൽ മാരേജ് കാണും. അപ്പോഴത്തേക്ക് ഇത് എൻ്റെ ഒരു കസിനാണ് കേട്ടോ. അങ്ങനെ മാരേജൊക്കെ കാണും. അപ്പം ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. അപ്പം അതൊക്കെ നമ്മൾ വഴിയെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഒരു അപ്ഡേറ്റ് പോലും നിങ്ങളെ നമ്മൾ അറിയിക്കാതിരിക്കത്തില്ല കേട്ടോ. എല്ലാ അപ്ഡേറ്റും അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും എല്ലാവരും നല്ല സന്തോഷപൂർവ്വം നിന്ന് ഹാപ്പി ആയിട്ട് നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പം നമ്മളും ഹാപ്പി, അവളും ഹാപ്പി. ഈ ഒരു ദിവസത്തിന് വേണ്ടി അശ്വിനി ഭയങ്കര അവൾ വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം വേറൊരാൾ വന്നിട്ട്